ഹബക്കൂക്ക് ജീവിച്ചിരുന്ന കാലം വളരെ നിരാശാജനകമായ ഒരു കാലത്താണ്. ഇസ്രായേൽ ജനവും യെരൂശലേമിലുള്ളവരുമെല്ലാം കഷ്ടപ്പെട്ട് അടിമകളായി പോകുന്ന ഒരു കാലം. ബാബിലോണിലെ രാജാവ് വന്നു യുദ്ധത്തിൽ അവരെ കീഴടക്കി അവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടു പോവുക. ദൈവത്തിന്റെ ശിക്ഷയായിട്ട് ദൈവം അത് പറഞ്ഞിരിക്കുന്നത്. 70 വർഷം ബാബിലോണിൽ നിങ്ങൾ പ്രവാസികളായിരിക്കും. അതനുസരിച്ച് ഒന്നാമത്തെ ഗ്രൂപ്പിനെ കൊണ്ടുപോയി കഴിഞ്ഞു. ദാനിയേലും കൂട്ടുകാരുമെല്ലാം ബാബിലോണിൽ എത്തിക്കഴിഞ്ഞു. ഹബക്കൂക്കിന് ധാരാളം ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ. എന്നാൽ അതിൻ്റെ 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നീ ഒരു ദർശനം എഴുതാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നാം പോകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ജാനുവരി ആദ്യം പ്രാർത്ഥിച്ച നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇന്നും മറുപടി ലഭിച്ചിട്ടില്ല. നമ്മൾ ദുഃഖത്തിലാണ്, ഭാരത്തിലാണ്. നമ്മൾ ആഗ്രഹിച്ചതാണ് ഈ വർഷമെങ്കിലും ആ കാര്യങ്ങളൊക്കെ ക്രമമായി നടക്കണമെന്ന്. എന്നാൽ നടന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകാതെ ഹബക്കൂക്കിനോട് ചേർന്ന് 3-ാം അധ്യായത്തിൽ വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് ഒരു പ്രാർത്ഥനാ ഗീതം, ഒരു സ്തോത്ര പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ ഭാഗത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതങ്ങളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. അതേപോലെ നമുക്കും ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവെ, ഒന്നും ഞാൻ പ്രാർത്ഥിച്ചതുപോലെ സംഭവിച്ചില്ല, ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിലും ഞാൻ എല്ലായ്പ്പോഴും നിന്നെ വാഴ്ത്തും. നീ ഒരു സമയം വെച്ചിട്ടുണ്ട്, അത് തെറ്റുകയില്ല, സമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതമേറിയതാണ്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷ കൈവിടാതെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന് നമുക്കും പറയാം. പുതിയ വർഷത്തിലേക്ക് നമ്മളെ തന്നെ ഒരുക്കി മുമ്പോട്ട് പോകാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.